ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കുറവ് ദിവസം പ്രചാരണത്തിൽ ലഭിച്ചൊരു തെരഞ്ഞെടുപ്പ്. പക്ഷേ ഓരോ മുന്നണികളുടെയും പ്രചാരണത്തിലൊന്നും നമ്മൾ ആ ഒരു പ്രശ്നം കണ്ടതേയില്ല. ഇന്നിതാ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പലയിടങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. കേരളത്തിൽ തെക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 11 മണിയായപ്പോൾ തന്നെ 33% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ മലബാർ ജില്ലകളിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി പ്രമുഖരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ കണ്ടത്. സിനിമാ താരങ്ങളും വലിയ ആവേശത്തോടുകൂടി ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാവിലെ തന്നെ തിരുവനന്തപുരത്തെ മുടവൻ മകളിലെ സ്കൂളിലെത്തി മോഹൻലാൽ വോട്ട് ചെയ്തു. വരി നിന്നാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി കയറിയത്. നടൻ മമ്മൂട്ടിയും ഭാര്യയോടൊപ്പം എത്തി രാവിലെ തന്നെ വോട്ട് ചെയ്തു. ആസിഫ് അലി, ടൊവിനോ തോമസ്, പൃഥ്വിരാജ് തുടങ്ങി മലയാള സിനിമയിലെ പല പ്രമുഖ താരങ്ങളും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയത് ഏറെ കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു. ജയം തങ്ങൾക്കൊപ്പമാണെന്നാണ് 3 മുന്നണികളും വാദിക്കുന്നത്. ഈ വോട്ടെടുപ്പ് ദിവസവും കേരളം കണ്ടത് അതുതന്നെയാണ്. വാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളും എല്ലാമായി രാഷ്ട്രീയ പ്രവർത്തകരും ഈ തിരഞ്ഞെടുപ്പ് ദിവസത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. രേവന്ത് റെഡ്ഡിക്കെതിരായ ആരോപണത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയത്. ഡാഷ് പൂരിപ്പിക്കേണ്ടത് അവരവർ തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞത്. ജനങ്ങളാകെ നാടിന് വികസനം വേണം, പുരോഗതി വേണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ LDFന് മാത്രമേ നാടിന്റെ പുരോഗതി പ്രതിബദ്ധതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കൂടാതെ രാജ്യത്ത് ഏറ്റവും കുറവ് അഴിമതിയുള്ള സംസ്ഥാനം കേരളമാണെന്നും ഈ പദവി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ LDFന് മാത്രമേ സാധിക്കൂ എന്നും പിണറായി വിജയൻ പറഞ്ഞു. 100-ലധികം സീറ്റ് നേടും. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്ന ഒരു വാദമാണിത്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിലും അദ്ദേഹം ആവർത്തിച്ചത്. ജനവികാരം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ 100-ലധികം സീറ്റ് എന്ന് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും നല്ല പോലെ നിരീക്ഷിച്ചു. നല്ല രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും VD സതീശൻ ഇന്ന് പറഞ്ഞു. നേമത്തെ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയെ പേര് പറയാതെ വിമർശിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. നിയമസഭയിൽ പോയി ബഹളം വയ്ക്കാനോ കമ്പ്യൂട്ടർ തകർക്കാനോ സ്പീക്കറുടെ ചെയറിലേക്ക് കയറാനോ അല്ല, ജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ നിങ്ങളോട് അവസരം ചോദിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, കേരളത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭ വരുമെന്നും BJP അതിൽ നിർണായക കക്ഷിയായി മാറുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം ആഘോഷമാക്കാനായി കേരളത്തിലെ ജനങ്ങൾ ഈ ചൂടൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വരും സമയങ്ങളിൽ ഈ പോളിംഗ് ഇനിയും ഉയരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.